നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലേഖത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്താണ് നമ്മുടെ പുതിയ തലമുറ, നമ്മുടെ കുട്ടികൾ നാട്ടിൽ നിൽക്കാത്തത് എന്നൊരു ചിന്ത പൊതുസമൂഹം ചർച്ച ചെയ്യുന്നില്ലേ? അവരുടെ ചിന്തകളെയും ആശയങ്ങളെയും കാര്യഗൗരവത്തോടെ എടുക്കുന്നില്ല എന്നൊരു പ്രശ്നം അവരെ അലട്ടുന്നുണ്ട്. കുസാറ്റിനടുത്തുള്ള ടിങ്കർ ഹബ് ഫൗണ്ടേഷൻ്റെ ടിങ്കർ സ്പേസിലെത്തിയപ്പോൾ ആ ഒരു വൈബ്, യൂത്ത് വൈബ് സെൻട്രൽ മാഗസിന് കിട്ടി. കാലം കുതിച്ചു പായുകയാണ്, അതായത് അനുനിമിഷം പുതുക്കപ്പെടുകയാണ്. ആ ഗതിവേഗത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചുറ്റുമുള്ള പലരും അപരിചിതരായി മാറും. ഈ സാങ്കേതിക വിദ്യയാണ് കാലത്തെ അനുനിമിഷം പുതുക്കിപ്പണിതുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ് മുറികളിലെ ഈ ഒരു സിലബസിനൊന്നും ഇതിനൊപ്പം പിടിച്ചു നിൽക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ പിന്തള്ളപ്പെട്ട് പോകരുതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യണം. അങ്ങനെ ആശയങ്ങൾ ചർച്ച ചെയ്ത് ആവിഷ്കാരങ്ങളാക്കാൻ ഉള്ള ഒരു സ്പേസാണ് ടിങ്കർ ഹബ് ഫൗണ്ടേഷൻ്റെ ടിങ്കർ സ്പേസ്. എന്താണ് ടിങ്കർ ഹബ് ഫൗണ്ടേഷൻ? എന്തിനു വേണ്ടിയാണ് ടിങ്കർ സ്പേസ്? ടിങ്കർ സ്പേസിൽ ഓരോരുത്തർ റെസ്പെക്റ്റീവ് ഓഫ് ദെയർ ബാക്ക്ഗ്രൗണ്ട്, അവർക്ക് ടെക്കിൽ ജസ്റ്റ് ക്യൂരിയസ് ആണ്, താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കുറേ സാധനം ട്രൈ ചെയ്ത് നോക്കുക, കുറേ സാധനങ്ങൾ ലേൺ ചെയ്യുക, കുറേ പുതുതായിട്ടുള്ള സാധനങ്ങൾ പഠിക്കുക, എക്സ്പ്ലോർ ചെയ്യുക, എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഇവിടെ വന്നിട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ബാക്ക്ഗ്രൗണ്ട്, ഏജ്, ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ടെക്ക് അറിയണം, അല്ലെ ടെക്ക് എന്താണല്ലേ അതിൽ ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് വന്നിരുന്ന് സേഫായിട്ട് അവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു സ്പേസാണ്. സമാന ചിന്താഗതിയുള്ളവർക്ക് ഒരുമിച്ചിരിക്കാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ആശയങ്ങൾ പങ്കുവച്ച് നിരന്തരമായി പുതുക്കിപ്പണിയാനും ഇടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ മേഖലയിൽ പുതിയ പുതിയ ചിന്താഗതികളും പ്രതിഭകളും ഉയർന്നു വരുന്നത്. കേരളത്തിലുള്ള ആയിരക്കണക്കിന് ടെക്നോളജി പഠിക്കുന്ന സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ആൾക്കാർ എപ്പോഴും സപ്പോർട്ടീവ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനത്തെ നമ്മളാരൊക്കെ സഹായിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിയത്, നമ്മൾ ആ നോളജ് വേറെയുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള ചിന്താഗതി എല്ലാവർക്കും ഉണ്ടായിരുന്നു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സൗഹൃദ കൂട്ടായ്മയാണ് ടിങ്കർ ഹബ് ഫൗണ്ടേഷൻ്റെ പിറവിക്ക് പിന്നിലെ ശക്തി. കുസാറ്റിൽ 2014-15 സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ചെറിയ കോളേജ് കമ്മ്യൂണിറ്റി ആയിട്ട് തുടങ്ങിയതായിരുന്നു ടിങ്കർ ഹബ്ബ്. പല പുതിയ ടെക്നോളജികൾ വരുന്നുണ്ട്, ഇതെല്ലാം കോളേജിന് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷേ പുതിയ സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്, അവർക്ക് വേണ്ട തരത്തിലുള്ള സ്കില്ലുള്ള കുട്ടികളെ കിട്ടുന്നില്ല. അപ്പം അതായിരുന്നു നമ്മൾ ഇനീഷ്യലി ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോബ്ലം. മേക്കർ കൾച്ചർ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കാറൊക്കെ പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് ബാറ്ററി എടുത്തിട്ട് ഫാൻ ഉണ്ടാക്കി കളിക്കുന്നൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, അതായത് പുതിയ ടെക്നോളജികൾ കണ്ടുപിടിക്കാനും പഴയത് പൊളിച്ചിട്ട് പുതിയത് ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരാണ് മേക്കർ എന്ന് വിളിക്കുക. അങ്ങനത്തെ ആൾക്കാരാണ് ഇവഞ്ച്വലി ഇന്നോവേറ്റേഴ്സും സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സായിട്ട് മാറുന്നുള്ളത്. അപ്പോൾ അതൊരു കൾച്ചറലി തോന്നുന്നൊരു സംഭവമാണ്, നമുക്ക് പുതിയ പുതിയ സാധനങ്ങൾ ചെയ്തു വെക്കുന്നത്. അപ്പം എങ്ങനെ കേരളത്തിലെ യുവ തലമുറകൾക്ക് ഇടയിൽ ഇങ്ങനത്തെ ഒരു മേക്കർ കൾച്ചർ ഉണ്ടാക്കാം എന്നുള്ളതാണ് ടിങ്കർ ഹബ് നോക്കുന്നത്. ലാഭേച്ഛയില്ലാതെയാണ് ടിങ്കർ ഹബിൻ്റെ പ്രവർത്തനം. പുതുതലമുറയുടെ ചിന്താഗതികൾക്കും സ്വാതന്ത്ര്യബോധത്തിനും അനുസൃതമായാണ് ഇവിടുത്തെ പരിസരം ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഭയങ്കര ക്രേസാണ്, എപ്പോഴും ഗെയിംസിനോട് ഭയങ്കര ഒരു ഹരമായിരുന്നു. അപ്പം നമ്മൾ മാർക്കറ്റിലപ്പം നോക്കുന്ന സമയത്ത് ഒത്തിരി വില കൂടിയിട്ടാണ് ഈ സ്റ്റിയറിംഗ് വീൽസ് വരുന്നത്. നല്ല പൈസ വരുന്നുണ്ട്, ഒരു 50,000-40,000 ആ റേഞ്ച് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പം നമുക്ക് എന്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഇത് ബിൽഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു തോട്ടിൽ നിന്നാണ് നമ്മളൊരു സാധനം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളി നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് 5,000 റുപ്പീസിലാണ്. എൻ്റെ ഒരു ഇതിൽ തന്നെ പറയുകയാണ്, ഞാനിവിടെ വരുന്ന ടൈമിൽ എനിക്ക് ടെക്കിൽ വലിയ ഹ്യൂജ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ബട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരോട് സംസാരിച്ച് അതിൻ്റെ പ്രോജക്ട്സ് സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി ബിൽഡ് ചെയ്യുന്നത്. ലിറ്ററലി നമ്മളിവിടെ കിടന്നുറങ്ങിയിട്ടുള്ള ദിവസങ്ങളുണ്ട് ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത്. ഇവിടെ സൈഡിലൊക്കെ നമുക്ക് ബീൻ ബാഗ്സ് ഒക്കെ കാണാം. അപ്പോൾ നമ്മൾ അവിടെ കയറി കിടന്നുറങ്ങി ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു ഫുൾ ഫ്രീഡമാണ്, ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഫുഡ് കഴിക്കാൻ പുറത്ത് തൊട്ടടുത്ത് സ്പേസ് ഉണ്ട്, അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള സ്പേസാണ്, ഇവിടെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. അപ്പം എപ്പോൾ വേണമെങ്കിലും വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ബിൽഡ് ചെയ്യണമെങ്കിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന സ്പേസാണ് ടിങ്കർ സ്പേസ്. വിദ്യാർത്ഥികൾ, സംരംഭകർ, കമ്പനി മേധാവികൾ, വീട്ടമ്മമാർ, സാധാരണക്കാർ, അങ്ങനെ പ്രായ, ലിംഗ, മത ഭേദമന്യേ ആർക്കും ഏത് സമയത്തും ഈ സ്പേസിലേക്ക് കടന്നു വരാം. ഓഫ്കോഴ്സ് എനിക്ക് ഈ സ്പേസ് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, പക്ഷേ ഒരു ബ്രേക്ക് എടുത്തു. ദുബായിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ കൺസ്ട്രക്ഷൻ കമ്പനിയായിരുന്നു. ഐ ടി ആണ്, ബട്ട് സ്റ്റിൽ ലേറ്റസ്റ്റ് അപ്പ് സ്കിൽ ചെയ്യാനും ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ പിള്ളേർ കുറച്ചൊരു ബ്രേക്ക് വേണ്ടി വന്നു. അപ്പോൾ പുതിയ ടെക്നോളജീസും
അതെല്ലാം ഒന്ന് അപ്ഡേറ്റ് ആയിട്ടിരിക്കാം എന്നോർത്തിട്ടാണ് ഇവിടെ വന്ന് ചെറിയ പ്രോജക്ട്സ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കുന്നത്. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവെക്കാം. പുതിയ ടൂളുകൾ, ആപ്പുകൾ, ഉൽപ്പന്നങ്ങൾ വിഭാവനം ചെയ്യാം. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് സീനിയർ ആയതുകൊണ്ട് ഇപ്പോൾ പിള്ളേരെല്ലാം ഫ്രഷേഴ്സൊക്കെ ഒരുവിധം കീപ്പ് അപ്ഡേറ്റഡ് ആയിരിക്കും. കാരണം അവർ സ്റ്റാർട്ടിങ് പോയിൻ്റ് തന്നെ അതായിരിക്കുമല്ലോ. നമ്മളെല്ലാം ചെയ്ത് കുറച്ച് ഓൾഡ് ഇതിലായിരിക്കുമല്ലോ, ടെക്നോളജിയിലേക്ക്. അപ്പോൾ കുറച്ച് അപ്ഡേറ്റഡ് ആയിരിക്കണം. വൺസ് ഞാനിവിടെ വന്നതിന് ശേഷം കുറച്ചൊരു ബ്രേക്ക് വേണം. എനിക്ക് ചെറിയ ചെറിയ ഇങ്ങനെ ഒരു ബിസിനസ് പോലെ പാർട്ട് ടൈം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പുതുപാഠങ്ങൾ പകരാൻ ടിങ്കർ ഹബ് ഫൗണ്ടേഷന്റെ ശൃംഖല ഒപ്പമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, അനലിറ്റിക്സ്, വെർച്വൽ റിയാലിറ്റി തുടങ്ങി എന്ത് സാങ്കേതിക സംശയങ്ങൾക്കും പരസ്പരം ചർച്ച ചെയ്ത് ഉത്തരം തേടാം. ഞാനിവിടെ ആദ്യമായിട്ട് വരുമ്പം എനിക്കിപ്പോൾ ഒരു ആപ്പ് ബിൽഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ആപ്പ് ബിൽഡ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഞാനിവിടെ വന്നിട്ടിപ്പം ജസ്റ്റ് ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഇവരൊക്കെ ഇപ്പോൾ ആപ്പ് ബിൽഡ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മൾ സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾക്ക് ഈ ഗൂഗിൾ മാപ്സ് നോക്കണമെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഫോൺ എടുത്ത് നോക്കണം. ചിലപ്പോൾ ഈ സ്മാർട്ട് വാച്ച് ഉള്ളവർക്ക് കുഴപ്പമില്ല, വാച്ച് നോക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർ ഓഡിയോ വെച്ച് ഇതാക്കും. പക്ഷേ രണ്ടും ഇല്ലാത്ത ഇതിൽ നമുക്ക് കുറച്ചും കൂടി കഷ്ടപ്പാടാൻ നോക്കാൻ. അപ്പോൾ അതിനുണ്ടാക്കിയൊരു സിമ്പിൾ ഡിവൈസാണ്. ഇതിപ്പോൾ ആക്ച്വലി ഒരു ഡെവലപ്മെൻറ്റ് ടൈമാണ്. അതിനെക്കൊണ്ട് അതിങ്ങനെ ഇത് ആക്ച്വലി പ്രോഡക്റ്റ് വരുമ്പം കുറച്ചല്ലേ വൃത്തിക്കുണ്ടാവും. സാങ്കേതിക വിദ്യയുടെ പുതുക്കലുകൾക്കൊപ്പം പരിഷ്കരിക്കപ്പെട്ട് ഓരോ ദിവസവും ഓടിയെത്തുക ക്ലാസ് മുറികളിലെ സിലബസിന് സാധ്യമല്ല. സിലബസിന് പുറത്തുള്ള അറിവുകൾ തേടുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുമായി ടിങ്കർ സ്പേസ് സഹായം നൽകുന്നു. നമ്മളിവിടെ ഒരു ലാർജ് സ്കെയിലിൽ ചെയ്തൊരു പ്രൊജക്റ്റാണ് ഈ LED മെട്രിക്സ്. ഇത് ഇവിടുത്തെ സ്പേസ് മാനേജേഴ്സ് നമുക്ക് തന്നൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അങ്ങനെ ഒരു ഐ തിങ്ക് അറൗണ്ട് 2 months എടുത്തിട്ട് ബിൽഡ് ചെയ്ത ഒരു പ്രൊജക്റ്റാണിത്. ഇതിൻ്റെ കളറും ടെക്സ്റ്റും നമുക്കൊരു സാധാ ഒരു മൊബൈൽ ഇൻ്റർഫേസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സ്പീഡൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പൊതുവേ ഞങ്ങളെപ്പോഴും ഈ വർക്ക് ചെയ്തൊക്കെ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വന്നൊരു ഓവർനൈറ്റ് ഫുള്ള് ഇരുന്നിട്ട് അങ്ങനെ ഇതാക്കുന്നത്. അപ്പോൾ ഈ സ്പേസ് ഇങ്ങനെ ഒരു ഫ്രീ സ്പേസ് എവിടെയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കംഫർട്ടബിൾ ഏരിയയിൽ ഇരുന്നിട്ട് ഇപ്പോൾ നമുക്കൊരു നാപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിനും ഫെസിലിറ്റി ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്ക് ശേഷം ഇവിടെ വന്നിരിക്കുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ ചെയ്യുന്ന പ്രൊജക്ട്സിനേക്കാളും കൂടുതൽ ഇവിടെ വരുന്ന ആൾക്കാരായിട്ട് പരിചയപ്പെടാനും അവരായിട്ട് നെറ്റ്വർക്ക് ചെയ്യാനും പറ്റുന്ന അവസരമാണ് ഞങ്ങൾ കൂടുതൽ എൻജോയ് ചെയ്തത്. കാരണം ഇവിടെ വരുന്ന പല ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാരുണ്ട്. സ്റ്റുഡൻസ് മുതൽ വർക്കിംഗ് പ്രൊഫഷണൽസ് വരെ ഉണ്ട്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ഇമേജ് റെക്കഗ്നിഷൻ എന്നിവയിലെല്ലാം ടിങ്കർ സ്പേസ് GPU പ്രയോജനപ്പെടുന്നു. GPU ആക്സസിബിളാണ്. കുട്ടികൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നിട്ട് അവരുടെ പ്രൊജക്ട്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് രാത്രി ഇപ്പോൾ ഫ്രൈഡേ വന്നിട്ട് സൺഡേ വരെ ഇരുന്ന് ആ പ്രൊജക്റ്റ് ഫുൾ ബിൽഡ് ചെയ്ത് പോകുന്ന കുട്ടികൾ പാലക്കാട് നിന്ന് അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് എല്ലാം കുട്ടികളിവിടെ വന്ന് ആ GPU യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് അവരുടെ മോഡൽസ് ട്രെയിൻ ചെയ്യാനൊക്കെ ട്രൈ ചെയ്യുന്ന സ്പേസാണ്. കേരളത്തിലെ നിരവധി കോളേജുകളിലായി 1,00,000-നടുത്ത് രജിസ്ട്രേഡ് അംഗങ്ങൾ ടിങ്കർ ഹബിനുണ്ട്. അംഗങ്ങൾക്ക് സ്വയം പഠിച്ച് പരിശീലിച്ച് ഓരോ വ്യവസായ മേഖലയ്ക്കും സഹായകരമാവും വിധം വൈദഗ്ധ്യം കൈവരിക്കാൻ ടിങ്കർ ഹബ് സൗകര്യമൊരുക്കുന്നു. ഇനി വരുന്ന തലമുറേനെ എന്ത് പഠിപ്പിക്കാം, എന്ത് ചെയ്യിപ്പിക്കാം എന്ന് പറയുന്നതിൽ കൂടുതലും ആൾക്കാരുടെ റിസർച്ച് സാധനങ്ങൾ പറയുന്നുണ്ടാകുക അവർക്കൊരു മേക്കിംഗ് മെൻറ്റാലിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ മേക്കിംഗ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നതിൽ കൂടുതലും ആൾക്കാർക്ക് ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് ബിൽഡ് ചെയ്യുക, അവർ ക്രിയേറ്റീവായിട്ട് ആലോചിക്കാൻ പറ്റുക, പുതിയ കാര്യങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുക, അതായത് ലേൺ ചെയ്യാനുള്ള എബിലിറ്റീസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ടിങ്കർ സ്പേസ് ഇന്ത്യയിൽ തന്നെ ഭയങ്കര യുണീക്കായിട്ടുള്ള, മേ ബി എനിക്ക് തോന്നുന്നത് പബ്ലിക്കലി ഒരു GPU ആക്സസിബിളായ ഏക സ്ഥലമായിരിക്കും. ഒരാൾക്ക് ചുമ്മാ നടന്നു വന്നിട്ട് പുതിയൊരു AI മോഡൽ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഏക സ്ഥലം ഇതായിരിക്കും. അപ്പം നമ്മുടെ മേജർ ഫണ്ടർ സെറോദയുടെ CTO കൈലാഷ്നാഥാണ്. അപ്പോൾ പുള്ളി പറയും ടെക്നോളജിയുടെ ഇന്ത്യയിലെ ഒരു തലസ്ഥാനം എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. പക്ഷേ ബാംഗ്ലൂർ പോലും എന്തില്ല, നമ്മളെല്ലാവരും ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കാൻ ബാംഗ്ലൂർ പോയാൽ അവിടെ ഒരു സ്ഥലമില്ല. ഏത് സ്ഥലത്തേക്ക് നമ്മൾ പോവാം? അപ്പം പലപ്പോഴും അടഞ്ഞിരിക്കുന്ന റൂമുകളിലും അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് സംഭവിക്കേണ്ടവ. ഇങ്ങനെ തുറന്നിട്ടുള്ള കമ്മ്യൂണിറ്റിയുടേതായിട്ടുള്ളൊരു സ്ഥലം ആക്ച്വലി ഇല്ല. ഒത്തുചേർന്ന് പഠിക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും യുവാക്കളെ പ്രാപ്തരാക്കുകയെന്ന ആശയത്തിൻ്റെ പ്രതിരൂപമാണ് ടിങ്കർ ഹബ്. സോ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ ഷെവനിങ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തതും എനിക്ക് റീസെൻ്റ്ലി ഷെവനിങ് കിട്ടിയതും സെപ്റ്റംബറിൽ ഞാൻ പോകുന്നുണ്ടാവുക. സോ ടിങ്കർ ഹബിൽ 2 years ഓഫ് മൈ ജേർണി, മൈ എക്സ്പീരിയൻസസ്, അതുപോലെ റിയൽ ലൈഫിൽ വന്ന ഇമ്പാക്റ്റും ആൾക്കാരിൽ വന്ന ചേഞ്ചസും അത് കണ്ട് അതിൽ ഭാഗമായി അതിൽ ലേണിങ്സ് എടുത്തത് കാരണമാണ് ഞാൻ അത് വെച്ചിട്ടാണ് ഷെവനിങ് അപ്ലൈ ചെയ്തതും അവരെന്നെ അതിന് സെലക്ട് ചെയ്തതും എനിക്ക് മാസ്റ്റേഴ്സ് സ്റ്റെമിൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള സാധനമാണ് പാലപ്പം. അതിലൊരു വിദ്യാർത്ഥി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഒരു പാലപ്പം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാലപ്പത്തിൽ എത്ര ഹോൾസ് ഉണ്ടാവും എന്ന് എണ്ണുന്നൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെടി നമ്മളെപ്പോഴും ഒരു ചെടിച്ചട്ടിയിലാണ് വെക്കുന്നത്. ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെടി ഒരു റോബോട്ടിൽ വെച്ചിട്ട്
ചെടിക്ക് ജലാംശം വേണ്ട സമയത്ത് അത് ഏതെങ്കിലും പൈപ്പിൻ്റെ ചോട്ടിക്കൊണ്ട് ഓട്ടോമാറ്റിക്കലി കൊണ്ട് വെക്കുക. ചെടിക്ക് വെയിൽ വേണം എന്ന് തോന്നുമ്പോഴത്തേക്കും വെയിലത്ത് കൊണ്ട് വെക്കുക. അതുപോലുള്ള പ്രൊജക്റ്റുകളാണ് കൂടുതൽ ആൾക്കാർ ചെയ്തു തരുന്നത്. ഫസ്റ്റ് വ്യൂവിൽ നമുക്ക് തോന്നും ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്നുള്ളതിൻ്റെ സാധനം. പക്ഷേ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോഴായിരിക്കും കുറേ കൂടെ അവർ ടെക്നിക്കലി അല്ലെങ്കിൽ ഹാർഡ്വെയർ സൈഡിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ത്വര ഉണ്ടാകുന്നുണ്ടാവും. അല്ലെങ്കിൽ അവരത് ചെയ്യുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ പാലപ്പത്തിലെ കുഴി എണ്ണ നോക്കുമ്പോഴത്തേക്കായിരിക്കും ഓക്കെ ഇമേജ് പ്രോസസ്സ് ചെയ്യണം അല്ലെങ്കിൽ ഓപ്പൺ സിവിനെ പറ്റി അവരെ അറിയുന്നുണ്ടാകുക. സാഹിത്യത്തിനും കലകൾക്കും വളരാനും വികസിക്കാനും വായനശാലകളും ഗ്യാലറികളും തിയേറ്ററുകളും ഉണ്ടായതുപോലെ തന്നെ പരമപ്രധാനമാണ് സാങ്കേതിക ആശയങ്ങൾ കൈമാറാൻ ടിങ്കർ ഹബ് ഫൗണ്ടേഷൻ പോലെ ഒരിടം. സ്കൂൾ കുട്ടികൾ വന്നിട്ട് അവർ ആദ്യമായിട്ട് അവരുടെ RC കാർ ബിൽഡ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ 3D പ്രിൻറ്റഡ് മോഡൽ ബിൽഡ് ചെയ്യും, VR ട്രൈ ചെയ്യും. അപ്പോൾ കുട്ടികൾ വന്നിട്ട് ആ ക്യൂരിയോസിറ്റി അവരെ കണ്ണിൽ കാണുമ്പോൾ തന്നെ അത് അവർക്ക് പിന്നെ എക്സ്പ്ലോർ ചെയ്യണം, പിന്നെയും ചെയ്ത് നോക്കണം. ഇവിടെ വന്നിട്ട് നമുക്ക് കുട്ടി മേക്കേഴ്സ് പറഞ്ഞിട്ടൊരു ഇവൻറ്റ് ഉണ്ട്. അതുപോലെ നമുക്കൊരു ഗ്ലാസ് റൂം പറഞ്ഞൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. കോമൺ മെന്ന് എന്താണ് ടെക് എന്ന് അറിയാനും, ഇപ്പോൾ ക്ലിക്ക് ബൈറ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, നമ്മൾ എന്തുകൊണ്ട് ഫോൺ കുറേ നേരം യൂസ് ചെയ്യുന്നത്, അത് ആക്ച്വലി നമ്മളെ പ്രശ്നമാണോ, അത് ഫോൺ ഡിസൈൻ ചെയ്തിരിക്കണം അങ്ങനെയാണോ. എൻ്റെ കാർസ് കുറേ ഉണ്ട് കംപ്ലൈൻ്റ് ആയത്, അതൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ റെഡിയാക്കിയത്, എല്ലാം സെറ്റാക്കിയതൊക്കെ. ഈ തിങ്കർ സ്പേസ് വരുന്ന എല്ലാ സാധനവും ഉണ്ട് റെഡിയാക്കാൻ. അതാണെങ്കിൽ ഞാൻ ഓരോ ടയറൊക്കെ 3D പ്രിൻ്റ് ചെയ്ത് ആ കാറിന് പറ്റിയ സൈസിൽ ഞാൻ അങ്ങനെ വെക്കും. അങ്ങനെയാണ് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചത്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് സമയം പോകുന്ന അറിയില്ല. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്. അതുമാത്രമല്ല ഇവിടെ നല്ല സൂപ്പർ സ്ഥലമാണ്.